നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് രമേശൻ നായർ അലീനയെ രേവതിക്കുട്ടി അവരെല്ലാരും കൂടെ പുറത്തേക്ക് ഇറങ്ങി അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോ മനുഷ്യൻ ചോദിച്ചു, അല്ല അതെന്താ അങ്ങളെ ആ ചില്ലിട്ട് വെച്ചിരിക്കുന്നത്? അതോ അത് സ്വിമ്മിംഗ് പൂളാന്ന് പറയണ. ഓ സ്വിമ്മിംഗ് പൂളാ അല്ലേ? അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ടല്ലേ, പിന്നല്ലാതെ എന്ന് പറഞ്ഞു. പിന്നീട് അവരെ പറമ്പിലേക്ക് കൊണ്ടുപോവാണ്, അവിടെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിലൂടെ അവിടെ നടക്കണ സമയത്ത് മനുഷ്യരോട് ആഹാ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് പറയണം. അടയ്ക്കാത്തോട്ടമൊക്കെ ആയിരുന്നു. ഉണ്ട്, ഇവിടെ തന്നെ കുറച്ച് ഏക്കറുണ്ട്, പിന്നെ ഇതിന്റെ അപ്പുറത്തൊരു 7 ഏക്കറുണ്ട് റബ്ബർ തോട്ടമാണ്. പക്ഷെ ഇപ്പൊ അത് ടാപ്പിങ് ചെയ്യുന്നൊന്നുമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതിങ്ങനെ ചുമ്മാ കിടക്കുവാന്ന് പറയണം. നോക്കി നടത്താനായിട്ട് ആരെങ്കിലും വേണ്ടേ? ആഹാ, അപ്പൊ അങ്കിളൊരു ജന്മിയായിരുന്നല്ലേ? ജന്മിയൊക്കെ ആയിരുന്നു പണ്ട്. 10-48 ഏക്കർ ഉണ്ടായിരുന്നു. കുറേയൊക്കെ എൻ്റെ മകൻ വിറ്റ് തെളിച്ചു, പിന്നെ ഞാനും കുറെ വിറ്റ് കളഞ്ഞു. ഇപ്പം ആര് നോക്കാനാ? ഇപ്പൊ നോക്കാനായിട്ട് ആർക്കെങ്കിലും സമയമുണ്ടോ? ഒന്നിനും സമയമില്ല, എല്ലാം ഞാൻ തന്നെ വേണ്ടേ ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും മനുഷ്യങ്ങൾ ചോദിച്ചു, അല്ലെങ്കിലേ അപ്പൊ ഇഷ്ടം പോലെ പൈസ കാണുമല്ലോ? പൈസ കിളിമാനൂർ ടൗണിൽ തന്നെ ഒരു വലിയ കെട്ടിടമുണ്ട്, പിന്നെ അതിന്റെ വരുമാനമുണ്ട്. കുറച്ച് അപ്പുറത്തേക്ക് മാറിയുണ്ട്, അങ്ങനെയുണ്ട് 10-12 കടമുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വരുമാനം തന്നെ മതി. അതൊക്കെ ഞാൻ ബാങ്കിലിട്ടിരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ വെറും കടലാസ് പേപ്പറുകൾ മാത്രമാണ് ഇപ്പൊ എൻ്റെ മുന്നിൽ. ആ സമയം മനുഷ്യങ്കർ പറഞ്ഞു, അത് ശരിയാ, ചിലർക്ക് അങ്ങനെ ആയിരിക്കും അത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ പേര് പൈസ ഇല്ലാതെ കഴിയുന്നു, ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ പറയുന്ന പൈസയൊന്നും അവർക്കില്ല താനും. പൈസ ഉള്ളവരാണ്. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, പിശുക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഒന്നിനും ചെലവാക്കത്തില്ലാന്നേ, നല്ലൊരു ആഹാരം കഴിക്കത്തില്ല, ഒരു യാത്ര പോകത്തില്ല. ഒടുവില് അവര് മരിക്കുന്നു, പിച്ചക്കാരനെ പോലെ മരിക്കുകയും ചെയ്യും. അതേ അവസ്ഥയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രമേശൻ നായർ പറഞ്ഞു, ഞാനങ്ങനെയൊന്നും അല്ല കേട്ടോ, ആയ കാലത്ത് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ ജീവിച്ചേ, ഇപ്പോഴല്ലേ ഇങ്ങനെ, പക്ഷെ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് വീണ്ടും മുറ്റത്തേക്ക് വീണ്ടും വന്നു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, എന്നായി ഞങ്ങൾ പോയിക്കോട്ടെ, എറണാകുളം വരെ എത്തണ്ടല്ലേ? ഓ ഞാനത് മറന്നുപോയി, എന്നാ ശരി. അങ്ങനെ യാത്ര പറയണ സമയത്ത് രമേശൻ നായർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, സാധാരണഗതിയിൽ ഒരു സ്പൂൺ കഞ്ഞി കുടിക്കുമ്പോൾ എൻ്റെ മോൻ ഛർദ്ദിക്കുന്ന, പക്ഷെ ഇന്ന് മോള് വാരി കൊടുത്തു കഴിഞ്ഞപ്പം ഒരു ഇത്തിരി പോലും ഛർദ്ദിച്ചില്ല, അവനിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനശങ്കർ പറഞ്ഞു, അതെ സന്തോഷം കൊണ്ടായിരിക്കും അങ്കിളേന്ന് പറഞ്ഞു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കേട്ടോ, അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ അങ്കിളെ? ഉറപ്പായിട്ടും രേവതിക്കുട്ടി ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടിയുടെ കൈയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോള് ഈ മുത്തശ്ശനെ കാണാൻ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞ് വരാമെന്ന് പറയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. രമേശൻ നായർ ടാറ്റ കൊടുത്തൊക്കെയാണ് വിടുന്നത്. രമേശൻ നായർക്ക് രേവതിക്കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അവിടെ പിടിച്ചു നിർത്തണമെന്നുണ്ട്, പക്ഷെ അത് പറ്റില്ലല്ലോ. അങ്ങനെ നിർത്താൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് രമേശൻ നായർ രേവതിക്കുട്ടിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞത്. ഇതേ സമയത്ത് രോഹിത്തും ഹരിശങ്കറും കൂടെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അവന്മാര് മദ്യമൊക്കെ അടിക്കാനുള്ള പുറപ്പാടാ. ഒരു ബിയറൊക്കെ പൊട്ടിച്ച് രോഹിത്ത് കഴിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, എടാ മറ്റവന്മാരൊക്കെ എന്തെന്ന് ചോദിച്ചു. അവന്മാരൊക്കെ ഇപ്പൊ തന്നെ വരൂടാ, ജോമോൻ ഉണ്ടല്ലോ ടച്ചിങ്സ് വാങ്ങിക്കാൻ പോയേക്കുക, പിന്നെ സനീഷ് മിലിറ്ററി കിട്ടുമെന്ന് പറഞ്ഞു, അത് അന്വേഷിച്ച് പോയിരിക്കുമെന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ വരും, അവനത് കൊണ്ട് വരുമെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, എടാ അവിടെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ, എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് രോഹിത്തിനോട് ഹരിശങ്കർ ചോദിച്ചു. എന്ത് പറയാനായിട്ടാ, എന്റെ അവസ്ഥ ഇതായിപ്പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ അലീന എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവള് കാരണം ഒരു രക്ഷയില്ല. ഇപ്പം വീട്ടിലൊക്കെ അളിഞ്ഞു കയറി വരുന്ന ഈ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ വിഷം കൊടുക്കില്ലേ എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ചെയ്യണം, എങ്കിൽ മാത്രം എനിക്കിനി അവിടെ ഒരു പിടിച്ചെടുപ്പുണ്ടാകത്തുള്ളൂ. അപ്പോഴേക്കും ഹരിശങ്കർ ചോദിച്ചു, അത്രയ്ക്കൊക്കെ വേണോ? ഒന്നുമില്ലേലും നിന്റെ അച്ഛൻ്റെ മോളല്ലേന്ന് ചോദിച്ചു. പിന്നെ അച്ഛൻ്റെ മോള്, അതൊക്കെ കള്ളക്കഥയാടാ. കള്ളക്കഥയോ? പിന്നെ എൻ്റെ അച്ഛൻ ഇതുപോലെ എത്ര കള്ളക്കഥ പറഞ്ഞിരിക്കുന്നു, കുറെ കഥകൾ പറഞ്ഞിട്ട് അവസാനം ഒന്നും രക്ഷപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നേ. എൻ്റെ അമ്മയൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ, അമ്മയുടെ കൂടെ ഞാനും ബബിതയും കൂടെ അങ്ങോട്ടേക്ക് പോകും. അത് കേട്ടപ്പോൾ ഹരിശങ്കറോട്, അതെന്ത് വേണമല്ലോ ആയിക്കോട്ടെ, എന്ത് വേണം നീ ചെയ്യുക, നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, എന്തേലുമൊക്കെ ചെയ്യുമ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ ബിയർ കുടിക്കുകയാണ്. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും മിലിറ്ററി മേടിക്കാൻ പോയതും ടച്ചിങ്സ് മേടിക്കാൻ പോയവരൊക്കെ വരുവാണ്. അമര് വന്നിട്ട് നിങ്ങൾ തുടങ്ങിയോന്ന് ചോദിച്ചു. ചെറുതായിട്ട് ഒന്ന് ആരംഭിച്ച് മാത്രമുള്ളെന്ന് പറയണം. അങ്ങനെ അവര് മദ്യപിക്കാനൊക്കെ തുടങ്ങി. ആ സമയത്ത് ഒരുത്തൻ ചോദിച്ചു, എടാ നിന്റെ കാമുകിയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു ഹരിശങ്കറിനോട്. എന്താവാനായിട്ടാ, അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. പണി കൊടുക്കാനോ? എങ്ങനെ? കുറെ കാലമായി ഞാൻ കരുതുന്നേ, ഒന്നെങ്കിൽ അവളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ
ആ ആളൊഴിഞ്ഞ റബ്ബർ ഉണ്ടല്ലോ അവിടെ വെച്ച് നമ്മളങ്ങോട്ട് ആഘോഷിക്കുമെന്ന് പറയണം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവരെങ്ങനെ മദ്യവെച്ചു തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കർ പറഞ്ഞു, നമ്മൾ അവളെ വിളിക്കുമ്പോൾ ശരണ്യനെ അവൾ വരും, അവൾ വന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരുമിച്ചൊന്ന് ആഘോഷിക്കും. എടാ 2 വർഷമായി അവൾ എന്നെ പറ്റിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ആടിനെ പ്ലാവല കാണിച്ചിട്ട് പറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. അവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്നറിയാവോ? ചുരിദാറ്, വാച്ച് എന്ന് വേണ്ട പേഴ്സ് വെക്കാൻ പൈസ വരെ കൊടുത്തു. ഇപ്പൊ അവൾക്കൊരു 1 ലക്ഷത്തിന് മോള് ഞാൻ പൊടിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവൾ അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് രോഹിത് പറഞ്ഞു, എടാ അത് അവളുടെ ജെനുവിൻ സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നേ. മണ്ണാങ്കട്ട ജെനുവിന്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവളെ എനിക്ക് വഴുതി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചില നമ്പറുകളൊക്കെ ഇടുന്നുണ്ട്. ഇനി അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നെ അവൾ അടുപ്പിക്കുന്നില്ലടാ. പഞ്ചാര വർത്താനം പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവൾ എന്നെ ഒന്ന് അടുപ്പിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്ത് പറഞ്ഞു, എടാ റിസ്ക് പിടിച്ച പരിപാടി അതൊക്കെ. ഒരു റിസ്ക്കും ഇല്ലടാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയാണ് ഹരിശങ്കർ. ഇതേ സമയം അലീനയും മനുശങ്കറും അവര് കിളിമാനൂര് വന്നിട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് മനുശങ്കർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, വിശക്കുന്നില്ലേന്നോ, അതെന്ത് ചോദ്യമാന്ന് ചോദിച്ചു. വിശക്കുന്നുണ്ട്, നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് പോയാലോ എന്ന് മനുശങ്കർ ചോദിച്ചു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അത് ഞാനും ആലോചിക്കാതിരുന്നില്ല. ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ പറയണമെന്നോർത്ത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു ഞാൻ. അത് കേട്ട മനുശങ്കർ ചോദിച്ചു, അല്ല നിനക്കെന്താ പറഞ്ഞെങ്കിൽ എന്തായിരുന്നു ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ അലീനയൊന്നും മിണ്ടാതിരിക്കുക. അല്ല ഈ ഇരിക്കുന്ന ആൾക്കൊന്നും പറയാനില്ലേന്ന് ചോദിച്ചു. മനുവേട്ടൻ എന്തേലും പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടായിരുന്നേ. ഇനിയിപ്പം ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊണ്ടുപോകാനായിട്ടാണോ ഉദ്ദേശം എന്ന്, അതുകൊണ്ടൊന്നും മിണ്ടാതിരുന്നു. അപ്പൊ എന്നെ പരീക്ഷിക്കുമായിരുന്നല്ലേ? അല്ല എന്തേലും വാങ്ങിച്ചു തരുമെന്നൊക്കെ അറിയണമായിരുന്നല്ലോ. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ അതങ്ങടെ ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? ആ സമയം അലീന പറഞ്ഞു, അല്ല മനുവേട്ടന് പറയായിരുന്നല്ലോ, അല്ലെ ചോദിക്കായിരുന്നല്ലോ നമുക്ക് ആഹാരം കഴിക്കാന്ന്. മനുശങ്കർ പറഞ്ഞു, പറയണം. ഇത് ആന്റിക്ക് വിശക്കുന്നുണ്ട്, ഇതേ വിശപ്പ് ഭ്രാന്ത് പിടിച്ച എൻ്റെ അനിയത്തിക്കുട്ടിയുണ്ട്, അവൾക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ ആഹാരം കഴിച്ചിട്ട് പോകാൻ മനുവേട്ടാന്ന്. എന്നിട്ടാണെങ്കിലോ ഒന്നും പറഞ്ഞതും ഇല്ല. അത് കേട്ടപ്പോൾ അലീന ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തെവിടെയെങ്കിലും കാണുന്നൊരു ഹോട്ടലിൽ നിർത്താം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടുന്ന് ആർക്കൊക്കെ എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് പോയിക്കോണം. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി ആലോചിക്കാനായിട്ട് നിന്ന് അത്ര സമയങ്ങളോ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ആ സമയം അലീന പറഞ്ഞു, അത് പിന്നെ അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയത്തില്ലോ എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഒരു നീണ്ട ലിസ്റ്റും അങ്ങോട്ട് പറയാണ്. പൊറോട്ട ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, ഫ്രൈഡ് റൈസ് ഉണ്ട്, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രേവതിക്കുട്ടി ചോദിച്ചു, അല്ല മനുവേട്ട എനിക്കൊരു സംശയം. എന്താ? മനുവേട്ടൻ IT ഫീൽഡിലാണോ അതോ ഇനിയിപ്പം വല്ല ഹോട്ടൽ റെസ്റ്റോറൻറ്റിലെ സപ്ലയർ ആണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞു, അതിനുള്ള ഉത്തരം ഞാൻ തരാം, നീ കാറിൽ നിന്ന് ഇറങ്ങുക. നിഷേധി, അവള് പറഞ്ഞത് കേട്ടോന്നൊക്കെ പറയണ. പിന്നീട് ഗ്രേസം പറഞ്ഞു, അല്ല ആരും ഒന്നും ഇതിനായിട്ടും പറഞ്ഞില്ല ആർക്കെന്താ എന്താ വേണ്ടതെന്ന്. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കെല്ലാം വേണമെന്ന് പറയാം. എല്ലാം വേണമെന്നോ? അതെ എനിക്കെല്ലാം വേണം. പൊറോട്ട വേണം, തന്തൂരി വേണം, തന്തൂരി ചിക്കൻ വേണം, അങ്ങനെ കുറേ പേര് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, ഇതിനിപ്പം പോകുന്ന സമയത്ത് നടന്നു പോകേണ്ട വരുമോ? അതെന്താ? അല്ല കാറ് പണയം വെക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നേ, ഇവളുടെ ഈ പറച്ചിൽ കേട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. പിന്നീട് അവർ റെസ്റ്റോറൻറ്റിലേക്ക് കയറി അവിടുന്ന് ആവശ്യമുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് അവർ തിരികെ വീട്ടിലേക്ക് ചെല്ലുന്ന. പാലാരിവട്ടം വീട്ടിലേക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അലീനയോട് മനുശങ്കർ പറഞ്ഞു, ശരിക്കും മടുത്തല്ലേ ഇത്ര സമയം കാറിലിരുന്ന്? അതെ എനിക്കൊരു മടുപ്പില്ല. ഇനിയൊരു 500 കിലോമീറ്ററോടെ ഈ പവർ വേണം എനിക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ചിരിച്ചു. അങ്ങനെ അവർ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം വെച്ചു, ഈ മാമച്ചാൻ ഇവിടെയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോസൂട്ടി അങ്ങോട്ട് വന്നു. എടാ ജോസൂട്ടി, മാമച്ചാൻ എന്തേന്ന് ചോദിച്ചു. ക്ലബിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോയി. ആഹാ ദേ ആൻറ്റി, നമ്മളില്ലാത്ത സമയത്ത് അങ്കിള് കള്ളു കുടിക്കാൻ പോയേക്കുമെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. ഗ്രേസം പറഞ്ഞു, ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, അതെ അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് 2 പെഗ്ഗൊക്കെ അടിക്കട്ടെ ആൻറ്റി. അങ്ങോട്ട് മുകളിലേക്ക് ചെന്നിട്ടുണ്ട്, ഇത് വല്ലതും കിട്ടുമോ? ഇതാപ്പോ നന്നായത്. മോളിൽ ചെല്ലുമ്പോഴത്തേനും കൂടെ ഉള്ളത് ഇവിടുന്ന് കുടിച്ചിട്ടാണ് മാമച്ചാൻ പോകുന്നത്, അതൊക്കെ പണ്ടേ വലിച്ചു കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, അങ്കിളിനെ ഞങ്ങൾ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതുകൊണ്ടാ, അല്ലെങ്കിലോ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അങ്കിള് ക്ലബിലേക്ക് ഒരു പോക്കം കൂടെ പോകുന്നു പറഞ്ഞു. അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് മനുശങ്കർ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പോവാനോ? അകത്ത് കയറി ചായയോ കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് പോകാൻ മനു എന്ന് ഗ്രേസം പറഞ്ഞു. വേണ്ട ആൻറ്റി, ഇത്ര സമയമായില്ലേ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും, അലീന ചേച്ചി പറയുവാണെങ്കിൽ മനുവേട്ടൻ വരുമെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഏയ് ഞാൻ പറയത്തില്ല, കാരണം ഇപ്പം ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു, ഓ അപ്പോൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, പോകേണ്ട സ്ഥലത്തൊക്കെ പോവുകയും ചെയ്തു, ഇപ്പം നീ ഇനി പൊക്കോടാ എന്നുള്ള രീതിയല്ലേ. അതല്ല മനുവേട്ട, മനുവേട്ട നന്നായിട്ട് ക്ഷീണിച്ചില്ലേ, എത്ര ദൂരം യാത്ര ചെയ്തതാ, അതുകൊണ്ട് മനുവേട്ട എവിടെയെങ്കിലും പോയി കിടന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ മനുഷ്യങ്ങനെ ടാറ്റയെ കൊടുത്ത് പോവുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മനുശങ്കറിനെ യാത്ര അയക്കുന്ന സമയത്ത് ഇത്ര സമയം തന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് രോഹിത് മദ്യപാനം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. കൃഷ്ണമോളാണ് പോയി കഥ തുറന്നു കൊടുക്കുന്നത്. രോഹിത് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടെ തട്ടി വീഴാൻ തുടങ്ങണം. ആ സമയം രോഹിത് ചോദിച്ചു, ഇതാരടി ഇവിടെ പടി കൊണ്ടേ വെച്ചെന്ന് ചോദിക്കണം. പടിയെ തട്ടിയാളാ വീഴാൻ തുടങ്ങിയത്. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അയ്യോ അടിയനാണേ, ഞാനിതിപ്പോൾ പണി കഴിഞ്ഞ് ഇത് കൊണ്ടേ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അത് കേട്ടപ്പോൾ രോഹിത് ചോദിച്ചു, നീ എന്താ എന്നെ കളിയാക്കുവാണെന്ന് ചോദിച്ചു. ആ സമയം ഇച്ചിരിയോടെ അടുത്തേക്ക് എന്നിട്ട് കൃഷ്ണമോള് ചോദിച്ചു, അല്ല രോഹിത്തേടെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഓഹോ അപ്പം മദ്യപാനം തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. ഞാൻ മദ്യപിക്കൂടി, ഞാൻ ഇനിയും മദ്യപിക്കും, ഞാനിവിടുത്തെ അടിമയൊന്നും അല്ല, എനിക്ക് വയസ്സ് 21 ഇനിയിപ്പം ഞാൻ മദ്യപിച്ചാലോ ആരും ഒന്നും ചോദിക്കാല്ല, അച്ഛനും കൂടെ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, ആര് വരുമ്പോൾ വേണം പറഞ്ഞു കൊടുത്തു, എനിക്ക് ഒരു പ്രശ്നമില്ല. ഈ രോഹിത്തിന് മദ്യപിക്കണം തോന്നുമ്പോൾ മദ്യപിക്കും, ഞാൻ 2 ബിയറാ കുടിച്ചത്, ബിയർ കുടിക്കണം തോന്നുമ്പോൾ ബിയർ ഞാൻ കുടിക്കുക തന്നെ ചെയ്യൂടി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ബബിത എന്നിട്ട് എന്താ അവിടെ ഒച്ചപ്പാടും വേളോ, ദേ നിൽക്കുന്നു, മദ്യപിച്ച് ലെക്ക് കെട്ടി ഡാൻസ് കളിച്ചോണ്ട് ചോദിച്ചു നോക്കാൻ പറയണം. അപ്പോഴേക്കും ബബിതയോട് രോഹിത്ത് പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടുണ്ട്, ഞാൻ വേണേ ഇനിയും കുടിക്കും. അതെ, എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട, മദ്യപിച്ച് ലെക്ക് കിട്ടണമെങ്കിൽ അതെൻ്റെ ഇഷ്ടം, എനിക്ക് തോന്നിയാസം പോലെ ഞാൻ ജീവിക്കും എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് നല്ല ദേഷ്യവും സങ്കടം വന്നു രോഹിത്തിൻ്റെ ഈ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.